നമസ്കാരം, ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞമെന്ന് പണ്ടുള്ളവർ പറയും. എനിക്ക് നമ്മുടെ സിനിമാക്കാരനായ ഗതാഗത ഉപമന്ത്രി KB ഗണേഷ് കുമാറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നും, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞമെന്ന്. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, അദ്ദേഹത്തിന് സിനിമാ വകുപ്പ്, സാംസ്കാരിക വകുപ്പ് ഇടതുപക്ഷം വിട്ട് കളിക്കില്ല, CPM വിട്ട് കളിക്കില്ല. ആ സിനിമാ വകുപ്പെങ്കിലും സിനിമ മാത്രം ഗണേശ നിങ്ങൾ വെച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടായേനെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, KSRTC ആരൊക്കെ ഭരിച്ചിട്ടും ബാലകൃഷ്ണ സാർ പോലും മന്ത്രിയായിട്ട് പോലും രക്ഷപ്പെടാത്ത വകുപ്പാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 8-ാം തീയതി 10,19,00,000 രൂപ ഒരു ദിവസം കൊണ്ട് കളക്ട് ചെയ്തു. 10,19,00,000 രൂപ. ഇപ്പോൾ എന്താ പറയുക, 9,41,00,000 രൂപയാണ് ഈ കഴിഞ്ഞ 6-ാം തീയതി കളക്ട് ചെയ്തത്. ഒക്ടോബർ 6-ന് കളക്ഷൻ നന്നായിട്ട് മുമ്പോട്ട് പോകുന്നു. ട്രാൻസ്പോർട്ട് പുതിയ പാതകളിലൂടെ മുമ്പോട്ട് പോകുന്നു. എവിടെയോ ഗണേഷ് കുമാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ല എറണാകുളമാണോ എവിടെയോ റോഡേ, എറണാകുളത്ത് തന്നെ ഒരു സ്വകാര്യ കാറിൽ, മന്ത്രിയുടെ ബോർഡ് വെച്ച കാറിലല്ല, അദ്ദേഹം രാവിലെ എവിടെ പോകാനായിട്ട്, വല്ല അമ്പലത്തിലോ എവിടെയെങ്കിലും പോകാനായിരിക്കാം, കല്യാണത്തിനോ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ട്രാൻസ്പോർട്ട് പോകുമ്പോൾ മന്ത്രിയാണ് ഈ ഉള്ളത് എന്നറിയാതെ ഇടതുവശത്തുകൂടി ഒരു കാറ്, ഒരു ബസ്, പ്രൈവറ്റ് ബസ്, എറണാകുളത്ത് പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാൽ അഹങ്കാരികളാണ് ഓടിക്കുന്ന ഡ്രൈവർമാരെല്ലാം, ഇടതുവശത്തുകൂടി എരപ്പിച്ച് വന്ന് ഹോൺ അടിച്ച് ചെറിയ വാഹനങ്ങളെയൊക്കെ വിരട്ടി ആലുവ ഐലൻഡ് റൂട്ടിൽ ഓടുന്ന റാഹത്ത് എന്ന് പറഞ്ഞ ബസ് മന്ത്രിയുടെ കാറിനെ ഓവർടേക്ക് ചെയ്ത് പോയി. റഹീം എന്നാണ് ഡ്രൈവറുടെ പേര്. ഗണേശൻ എന്തെന്ന് വെച്ചാൽ, ഗണേശൻ സഞ്ചരിക്കുന്ന കാറ് ആ ബസ്സിൻ്റെ പുറകെ വിട്ടു. എവിടെയോ ഒരിടത്ത് വെച്ച് ആളെ കയറ്റാനായിട്ട് നിർത്തിയപ്പോൾ കാറ് കൊണ്ടുവന്ന് ചേർത്ത് പിടിച്ചിട്ട് ഗ്ലാസ് താഴ്ത്തിയിട്ട് ഗണേശൻ പറഞ്ഞു, ഈ ബസ്സിൻ്റെ പെർമിറ്റും നിൻ്റെ ലൈസൻസും രണ്ടും സ്വാഹ എന്ന് പറഞ്ഞിട്ട് കാറിനടുത്തങ്ങ് പോയി. ബസ്സിൻ്റെ ഡ്രൈവർ തന്നെയാണ് മുതലാളി. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. റഹീം എന്നാണ് ഡ്രൈവറുടെ പേര്. അയാൾ തന്നെയാണ് മുതലാളി. അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസും കട്ടായി, ബസ്സിൻ്റെ പെർമിറ്റും കട്ടായി, സസ്പെൻഡ് ചെയ്തു രണ്ടും. അതുപോലെ എവിടെയോ ഗണേശൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എയർ ഹോൺ മുഴക്കിയിട്ട് എന്ന് പറഞ്ഞ് പ്രാന്ത് പിടിച്ച പോലെയല്ലേ അടിച്ചുകൊണ്ട് പോണേ, വായുകുളിക്ക് പോകുമ്പോൾ അടിച്ചുകൊണ്ട് പോകും. അങ്ങനെ മുഴക്കി, അത് നിരോധിച്ചിരിക്കുകയാണ് കേരളത്തിൽ. ആ ഹോണ് വച്ച് അടിച്ച് കസറിക്കൊണ്ട് പോവുകയാണ് മന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, കേരളത്തിൽ തലങ്ങും വിലങ്ങും ഓടുന്ന എല്ലാ സ്വകാര്യ ബസ്സുകളുടെയും ചെക്ക് ചെയ്യാൻ പറഞ്ഞു, എയർ ഹോൺ ഉണ്ടോയെന്ന്. ഈ എയർ ഹോണുകളെല്ലാം പിടിച്ച് അഴിപ്പിച്ച് വാങ്ങിച്ച് ഒരിടത്ത് കൂട്ടി. അവിടെ ഇട്ടിട്ട് വാക്കൂലല്ലോ, ഒരു JCB വിളിച്ച് ഇത് മുഴുവൻ അരച്ച് പരുവാക്കാൻ പറഞ്ഞു. JCB വന്ന് എല്ലാം ഫ്ലാറ്റാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, ഈ JCBക്ക് ബുക്കുമില്ല, പേപ്പറുമില്ല, ഒരു കുന്തവുമില്ല. അടിച്ചു കൊടുത്ത് ഫൈൻ അവനും. ട്രാൻസ്പോർട്ട് വകുപ്പിൽ ജോലി ചെയ്യാൻ വന്ന JCBക്ക് പേപ്പറൊന്നും ഇല്ല. എറണാകുളം തിരുവനന്തപുരം റൂട്ടിൽ ഹൈടെക് ബസ് തുടങ്ങാൻ പോവാണ്. 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തെത്താം, ജനശതാബ്ദിയേക്കാൾ മുമ്പേ. അതുപോലെ തന്നെ ആ ബസ്സിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് കൊതി തോന്നി. ആ ബസ് വന്നാൽ പിന്നെ ഞാൻ എല്ലാ ദിവസവും എറണാകുളത്ത് പോവുകയാണെങ്കിൽ ഞാൻ അതിലേ പോകും. ഈ എയർ ഹോസ്റ്റസുമാരെ പോലെ ബസ് ഹോസ്റ്റസൊക്കെ ഉള്ള, നമ്മൾ ചായയോ എന്തെങ്കിലും ആഹാരങ്ങളൊക്കെ ചോദിച്ചാൽ അതുകൊണ്ട് നമുക്ക് സർവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അടക്കമുള്ള സ്റ്റൈലും ബസ് വരികയാണ്. അത് എന്താ പറയുക, 4 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് എത്തിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ ഒറ്റ ടിക്കറ്റിൽ യാത്ര ചെയ്യാവുന്ന സംവിധാനം വരുന്നു. എനിക്ക് തോന്നുന്നു കൺസെഷൻ കാർഡ് പോലെ എന്തെങ്കിലും ആയിരിക്കാം, അതും വരാൻ പോകുന്നു. അതിൻ്റെയും പരിഗണനയിലാണ്. ആർക്കും KSRTCയിൽ പരസ്യം പിടിക്കാം, എനിക്കും നിങ്ങൾക്കും ഒക്കെ പിടിക്കാം പരസ്യം. 1,00,000 രൂപയുടെ പരസ്യം പിടിച്ചാൽ 15,000 രൂപ നമുക്ക് കിട്ടും, 15%. ഒരു തൊഴിൽ തേടി നടക്കുന്ന യുവാക്കൾക്ക് പറ്റിയ പരിപാടിയാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ ലുലുവിനെ പോലെ അല്ലെങ്കിൽ കല്യാൺ ജുവലറി പോലെ ജയലക്ഷ്മി പോലെ ഇങ്ങനെ വലിയ സ്ഥാപനങ്ങളുണ്ടല്ലോ,
അവരുടെ KSRTCയിലെ ഒരു പരസ്യം പതിക്കാനായിട്ട് നമ്മൾ പോയി പിടിച്ചാൽ ഒരു 50 ലക്ഷം രൂപയുടെ പരസ്യം പിടിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, 15 ലക്ഷം രൂപ നമ്മുടെ കയ്യിരിക്കും. അതും വരാൻ പോവുകയാണ്. അതിനേക്കാളും എനിക്ക് ഗണേശൻ്റെ അഭിമാനം തോന്നിയത് ക്യാൻസർ രോഗികൾക്ക് സൂപ്പർ ഫാസ്റ്റ് മുതലുള്ള താഴോട്ടുള്ള എല്ലാ KSRTCയുടെ ബസ്സിലും സൗജന്യ യാത്രയാക്കി. അത് നിങ്ങൾ സർക്കാരിൻ്റെ ശ്രീചിത്രയിലോ RCCയിലോ ഒന്നുമല്ല, നിങ്ങൾ ഏത് പ്രൈവറ്റ് ആശുപത്രിയിലായാലും കുഴപ്പമില്ല, ട്രീറ്റ്മെൻറ്റിന് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെവിടെ പോകാനും ഫാസ്റ്റ് പാസഞ്ചർ മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സിലും സൗജന്യ യാത്രയാണ് ഇനി ക്യാൻസർ രോഗികൾക്ക്. പുതിയ 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 പരിപാടികൾ ഗണേശൻ നടപ്പിലാക്കുന്നു. ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി, കൊറിയർ സർവീസ് തുടങ്ങി. അപ്പോൾ ഒരു വിഷനുള്ള, ഒരു കാഴ്ചപ്പാടുള്ള ഒരാളുടെ കയ്യിൽ ഏത് വകുപ്പ് കിട്ടിയാലും അദ്ദേഹം അതിൽ വിജയിക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് KB ഗണേഷ് കുമാർ ഇപ്പോൾ ട്രാൻസ്പോർട്ടിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരവും ട്രാൻസ്പോർട്ടിനെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റുന്ന രീതി. ഇനിയും തുടരട്ടെ ഗണേശൻ. നന്ദി, നമസ്കാരം.